ആപ്കി അദാലത്തിൽ സൽമാൻ ഖുർഷിദിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ളതാണ്. സൽമാൻ സാർ, താങ്കൾ തുടക്കകാലത്ത് മുലായം സിംഗിനും അമർ സിംഗിനും എതിരായിട്ട് വളരെ ആക്രോശത്തോടെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 2-3 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, താങ്കൾ അവരെ കണ്ട് കുറച്ച് പേടിക്കുന്നത് പോലെ ഉണ്ടല്ലോ. ഇല്ല, ഇതിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷേ ഇതിലെനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് നേർക്ക് നേർ ഫൈറ്റ് ചെയ്യുന്നത്, മറ്റൊന്ന് രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ എത്ര വേഗത്തിൽ ഏത് ദിശ നോക്കി പോകണമെന്ന് ചോദിച്ചാൽ ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഭരണകൂടം വളരെ വലിയ കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ഭരണകൂടത്തിന് കംഫർട്ടല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഭരണകൂടത്തിന് ഒരു പ്രോബ്ലം വരാൻ പാടില്ല. ഞങ്ങൾ വിഷമിച്ചോളാം, പക്ഷേ സെൻട്രൽ ഗവൺമെന്റിന് ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല. താങ്കൾ കരുതുന്നത് അമർ സിംഗ് ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് ഈ സർക്കാരിനെ ബുദ്ധിമുട്ടിപ്പിക്കാവുന്ന? അല്ല, ഇടതുപക്ഷ കക്ഷികളുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ കൂടെയും ബന്ധമുണ്ട്. ഞങ്ങൾ അവരെ വിഷമിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവർക്കൊരു പ്രോബ്ലം ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ ചർച്ചകളിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഉത്തർപ്രദേശിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, അതുപോലെ നന്മയ്ക്ക് വേണ്ടി ചില പടികൾ ആവശ്യമാണെങ്കിൽ നമ്മൾ ഉറപ്പായും അവരെ വരവേൽക്കും. അത് പക്ഷേ ചർച്ചകളിൽ കൂടി മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഞങ്ങൾക്കാരെയും ബലം പ്രയോഗിച്ച് അതിനെ നിർബന്ധിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു കാര്യം അതിലുണ്ടല്ലോ. സത്യമാണ്, താങ്കൾക്ക് മുകളിൽ നിന്ന് സിഗ്നൽ ലഭിച്ചിരിക്കുകയാണ് താങ്കളുടെ ഹീറ്റ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടി. ഇപ്പോ മുകളിൽ നിന്ന് വരുന്ന സിഗ്നൽ ആർക്കാണോ മനസ്സിലാകാത്തത് അവർക്ക് മാത്രമേ വരികയുള്ളൂ. എനിക്ക് മനസ്സിലാവും, എന്റെ ഉത്തരവാദിത്വം എനിക്ക് മനസ്സിലാകും, സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വവും എനിക്ക് നന്നായി മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റിന് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കാത്തത്. എനിക്ക് പ്രധാനപ്പെട്ടത് സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. കാരണം നമ്മുടെ നാടിനും പ്രധാനപ്പെട്ടത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് വരും, ഇന്ന് വരും, അല്ലെങ്കിൽ 8 മാസം കഴിഞ്ഞു വരും. അങ്ങനെ ഇലക്ഷൻ ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ സൽമാൻ സാർ? താങ്കൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിൽ അവർ കാരണം എഫക്റ്റ് ആവുന്നുണ്ട്, അവിടെ താങ്കൾ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ ഉത്തർപ്രദേശിൽ ആരെയാണോ താങ്കൾ ശത്രുവായിട്ട് കാണുന്നത് അവരെ താങ്കൾ കൂടെ ചേർത്ത് വെച്ചിരിക്കുകയില്ല. ഞാൻ അങ്ങനെ കൂടെ ചേർത്തിട്ടില്ല. ഞാൻ പറയുന്നത് ഇന്ന് ഞങ്ങൾ കൂട്ടിലിരിക്കുന്നത് പോലെ തന്നെ ഒരു നാൾ അവരെയും കൂട്ടിലിരുത്തിയിരിക്കും. അക്കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു സമയം വരും. ആ സമയം വരും, ഇലക്ഷൻ വരും. ഞങ്ങളുടെ ഗവൺമെന്റ് വീഴുന്നതിന് മുമ്പായിട്ട് കുറ്റം ഞങ്ങളെ മേൽ ചാർത്താൻ അവർക്ക് കഴിയില്ല. ടാലന്റ് എന്താണെന്ന് വെച്ചാൽ താങ്കൾ മുന്നോട്ട് വരാറുമില്ല, മുഖം മറക്കാറുമില്ല. അല്ലല്ലല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അങ്ങനെയല്ല കാര്യങ്ങൾ. മുഖം മറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളത് മറച്ചിരിക്കും. പക്ഷേ എതിരിൽ ഞങ്ങളുണ്ട്, ധൈര്യമായിട്ട് പോരാടുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ആ പോരാട്ടത്തിനർത്ഥം അവർക്ക് നഷ്ടം ഉണ്ടാക്കി കൊടുക്കണമെന്നല്ല. ഞങ്ങൾ എപ്പോഴും നേർക്ക് നേരിടാണ് പോരാടുന്നത്, അല്ലാതെ പിന്നിൽ നിന്ന് ആക്രമിക്കുകയില്ല. അതിന്റെ ആവശ്യമില്ല. സൽമാൻ സാർ, വാരണാസിയിൽ ബോംബ് ബ്ലാസ്റ്റ് നടന്നു. ഭാരതീയ ജനതാ പാർട്ടി, ബഹുജൻ സമാജ്വാദി പാർട്ടി ഇവർ മുലായം സിംഗിന്റെ സർക്കാരിനെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞു. താങ്കൾ ചെറിയ കാര്യങ്ങൾക്ക് പ്രക്ഷോഭം നടത്തുന്ന വ്യക്തിയാണ്, പക്ഷേ ഈ കാര്യത്തിന് താങ്കൾ ഒരു പ്രക്ഷോഭവും നടത്തിയില്ല. അതേ നോക്കൂ, ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഒന്ന് പറയാനുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മുലായം സിംഗിന്റെ സർക്കാർ, ആ സർക്കാരിനെ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും തീവ്രവാദം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ശത്രു തീവ്രവാദം തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, തീവ്രവാദം കൊണ്ട് നമ്മുടെ നാട് വല്ലാതെ ചിതറിപ്പോയിരിക്കുന്നു. നോക്കി നിൽക്കാൻ നമുക്ക് സമയമില്ല. ഇപ്പോൾ നമ്മളെല്ലാവരും ഒന്നാണ്. അതായത് കാർഗിൽ യുദ്ധം വന്നപ്പോൾ നമ്മളെല്ലാം ഒന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണ്. നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും. കയ്പ് നിറഞ്ഞ സത്യം എന്താണെന്ന് വെച്ചാൽ, ജോർജ് ബുഷ് വന്നതിന് ശേഷം നമ്മൾ ഈ സത്യം മനസ്സിലാക്കി. രാജ്യത്തുള്ള എല്ലാ മുസ്ലിംസും കോൺഗ്രസ് പാർട്ടിയെ വെറുക്കാൻ തുടങ്ങി. അവരുടെ ശക്തി അവർ എങ്ങനെ കാണിച്ചെന്ന് വെച്ചാൽ, കോൺഗ്രസിന് തന്റെ പക്കലുള്ള മുസ്ലിംസ് എല്ലാം തങ്ങളെ വിട്ടു പോകുന്നുള്ള പേടി. നോക്കൂ, ഇത് സത്യമല്ല. പക്ഷെ ഒരു കാര്യം അംഗീകരിക്കുന്നു, മുസ്ലിങ്ങളുടെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് കോൺഗ്രസിനോട് ഒരു പ്രത്യേക ബന്ധമുണ്ട്. അത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്വമാണ്. അതെപ്പോഴും ഞങ്ങൾ നിറവേറ്റുകയും ചെയ്യും. അത് അവർക്ക് മനസ്സിലായാലും ശരി, ഇല്ലെങ്കിലും ശരി. ബുഷിന്റെ കാര്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ മാത്രമൊന്നും അല്ല വിഷമിക്കുന്നത്. ഇടതുപക്ഷ പാർട്ടികൾക്കും അക്കാര്യത്തിൽ നല്ല വിഷമമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും വിഷമമുണ്ട്. അതിനൊരു തീരുമാനമുണ്ട്. മാത്രമല്ല പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. അതത്ര എളുപ്പമുള്ള വഴിയൊന്നും അല്ലെന്നും പറഞ്ഞു. പക്ഷേ ഒരാളെ ഉയർത്തിക്കൊണ്ട് അതുപോലെ മറ്റൊരാളുടെ ഫീലിങ്സിനെ വെച്ച് കളിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല പ്രവണതയല്ല. അതൊരിക്കലും ഞങ്ങൾ ചെയ്യുകയുമില്ല. പരമാവധി അത് മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കും. നമ്മുടെ നാടിനിപ്പോൾ വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണത്. ഇതുകൊണ്ട് 10% വളർച്ച കൂടുകയേ ചെയ്യുകയുള്ളൂ. ഉറപ്പായിട്ടും നമുക്ക് ഫലം ലഭിക്കുകയും ചെയ്യും. ഇത് ഞങ്ങൾ എല്ലാ ആൾക്കാരോട് പറയുകയും ചെയ്തു. മനസ്സ് കല്ലാക്കിക്കൊണ്ട് ഞങ്ങൾ എല്ലാവരുടെയും ഒപ്പം നിൽക്കുകയാണ്. അതിൽ ഞങ്ങൾ യാതൊരു തെറ്റും കാണുന്നില്ല. ഞങ്ങൾക്കും അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇറാന്റെ കാര്യത്തിലും ഇറാഖിന്റെ കാര്യത്തിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞങ്ങൾക്കിടയിൽ എപ്പോഴും ഉണ്ടാകും. താങ്കൾ പറഞ്ഞു വരുന്നത്, സർക്കാരിനെ നടത്താൻ വേണ്ടി, പവറിലുണ്ടായിരിക്കാൻ വേണ്ടി എപ്പോഴൊക്കെ ഇടതുപക്ഷം പറയുന്നു അപ്പോഴെല്ലാം തല കുനിക്കാൻ തുടങ്ങി. വെറുതെ തല കുനിക്കുകയല്ല. ഒരുപക്ഷെ അത് ഞങ്ങൾ ആ അവസ്ഥയിലാണെങ്കിൽ, ആ യുഗത്തിലാണെങ്കിൽ, രാഷ്ട്രീയത്തിൽ ഞങ്ങളൊരു സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ
ഉറപ്പായിട്ടും അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാകും. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് സഖ്യത്തിന് ഇഷ്ടമാകുന്നില്ലെങ്കിൽ പിന്നെ അതെങ്ങനെ നടത്താൻ പറ്റും? പക്ഷേ അവരുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അവർ ഞങ്ങളെ കുറച്ചെങ്കിലും വിശ്വസിച്ചേ പറ്റൂ. ഞങ്ങൾ ചെയ്യുന്നത് എന്തായാലും അത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. ഞങ്ങൾക്ക് എന്ത് നഷ്ടമുണ്ടായാലും നമ്മുടെ നാട് എപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കണം. എന്നും നമ്മുടെ രാജ്യത്തിന്റെ പതാക ഉയർന്നു പറന്നുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ ശ്രമം. താങ്കൾക്ക് പേടി തോന്നില്ലേ? മുസ്ലിംസ് ദേഷ്യത്തിലാണുള്ളത്, മൈനോറിറ്റി ദേഷ്യത്തിലാണുള്ളത്, പിന്നെ സമാജ്വാദി പാർട്ടി ഇടതുപക്ഷവും പോകുമെന്നുള്ള ഒരു പേടി താങ്കൾക്കില്ലേ? എല്ലാം നോക്കൂ, നഷ്ടപ്പെടുന്നത് താങ്കൾ കണ്ടോണ്ടിരിക്കേണ്ടി വരും. ഈ മൈനോറിറ്റിക്കൊന്നും മനസ്സിലാവില്ല എന്ന് നിങ്ങൾ പറയരുത്. അവർക്കും അറിയാം, അതായത് ആരുടെ അംബാസിഡറാണ് ലക്നൌവിൽ ഉണ്ടായിരുന്നു, എന്താണ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. നിങ്ങൾ മൈനോറിറ്റി പാവങ്ങളാണെന്ന് വിചാരിക്കേണ്ട. ഈ ന്യൂനപക്ഷങ്ങൾക്ക് ജോലിയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർ മുന്നേറാൻ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമുണ്ട്. അതിനെക്കുറിച്ചൊന്നും മുലായം സിംഗ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് ജോലി സാധ്യത ഉണ്ടാക്കണം, സംവരണം കൊടുക്കണം എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അൻസാരി ആയാലും ഉൻകർ ആയാലും ഭാസി ആയാലും മൻസൂർ ആയാലും മല്ലിക് ആയാലും മുലായം സിംഗ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നടക്കുന്ന ഫൈറ്റ് എന്തിനാണ്? ജോലി സാധ്യതകൾക്ക് വേണ്ടിയാണ്. അതിന് ഞങ്ങളുടെ ഗവൺമെന്റ് ജോലി സാധ്യതകളൊക്കെ ഒരുക്കി കൊടുക്കുന്ന പരിപാടികൾ നടത്തുന്നുണ്ട്. ആ ഫലം എല്ലാവർക്കും പക്ഷേ സൽമാൻ സാർ, താങ്കൾ യാക്കൂബിനെ കുറിച്ച് ഒന്നും പറയാൻ തയ്യാറല്ലല്ലോ. ഇപ്പൊ അദ്ദേഹം സർക്കാരിൽ ഒരു മന്ത്രിയാണ്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, ആരാണോ കാർട്ടൂൺ വരച്ചത് അവരുടെ തല കൊണ്ടുവരികയാണെങ്കിൽ 51 കോടി രൂപ സമ്മാനം നൽകുന്നതായിട്ട് പറഞ്ഞു. താങ്കളും ഒന്നും മിണ്ടിയില്ല. ഞാനിപ്പോൾ ശാന്തനാണെന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഞാൻ സംസാരിച്ചതുകൊണ്ട് അവര് എന്റെ കോലമൊക്കെ കത്തിച്ചിട്ടുണ്ട്. അതായത് ഞാൻ സംസാരിച്ചുകൊണ്ട് അവരെന്റെ കോലം കത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സങ്കട് മോചനിലേക്ക് പോയപ്പോ അവിടെ വെച്ച് സങ്കട് മോചൻ ഗംഗാജലം വെച്ച് അവർ കഴുകുകയും ചെയ്തു. ഇപ്പം ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതെന്തിനാണെന്നാൽ ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, മറ്റൊരു ഭാഗത്ത് ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇവർക്കിടയിലൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടിയേ പറ്റൂ. അപ്പോൾ മാത്രമേ ഈ നാടിനെ വിഷമത്തിൽ നിന്ന് പുറത്തെത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയൂ. സത്യം ഇതാണ്, ഇത് തന്നെയാണ്. ഇന്ത്യയിലുള്ള ഓരോ ഹിന്ദുവും മുസ്ലിങ്ങൾക്കെതിരായുള്ള പ്രശ്നത്തിൽ കൂടെ നിൽക്കണം. ഒരുപക്ഷെ അസ്രത് സാറിന്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണത് വിശ്വസിക്കാത്തത്? ഹിന്ദുക്കൾ അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യില്ല എന്ന്. അവരുടെ കൂടെ ഹിന്ദുക്കളും തെരുവിലേക്ക് ഇറങ്ങും. പക്ഷെ വിളിക്കേണ്ടത് നിങ്ങളാണ്. ഹിന്ദുക്കളെ വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്വാനി വീണ്ടും രഥയാത്ര നടത്തി. പക്ഷെ അവർ ഏത് വഴി കൂടിയാണ് കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നാകണമെന്ന് ആഗ്രഹിക്കുന്നു. മുസ്ലിങ്ങള് ഹിന്ദുക്കളുടെ വിഷമത്തെക്കുറിച്ച് സംസാരിക്കണം, ഹിന്ദുക്കള് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഇടപെടണം. അദ്വാനി സാർ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല. അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുന്നു, അതിനാണ് രഥയാത്ര നടത്തിയത്. ചിലപ്പോൾ അദ്ദേഹം ഈ നാടിന് ഗുണമുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടി ജനങ്ങളെ പുറത്തേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാജ്യം എന്താണ് തീരുമാനിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ജനങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. താങ്കൾ. സൽമാൻ ഖുർഷിദ് സാർ, ഇപ്പോൾ കോൺഗ്രസിന് നേരെ ഒരു ആരോപണമുണ്ട്. തുടക്കം മുതലേ ഭീകരവാദികളെ അനുനയിപ്പിക്കുക എന്നുള്ള ആശയം ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുണ്ട്. അത് മുസ്ലിം വിശ്വവിദ്യാലയത്തിന്റെ കാര്യമായാലും അതല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിന്റെ കാര്യമായാലും അതല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെ കാര്യങ്ങളും ആവാം. പക്ഷേ BJP രാഷ്ട്രീയത്തിന്റെ പേരിൽ രഥയാത്ര നടത്തുമ്പോൾ കോൺഗ്രസിന് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ഈ പ്രശ്നം കോൺഗ്രസിന്റേത് മാത്രമല്ല, ഞങ്ങൾക്ക് നല്ല അനുഭവമുണ്ട്. മുൻപ് നടന്ന യാത്ര കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. എത്രയോ കലാപങ്ങൾ, എത്രയോ തീവ്രവാദങ്ങൾ, ഇന്ത്യയിലെങ്ങും അത് നല്ലപോലെ പടർന്നിരുന്നു. ഞങ്ങൾക്കുണ്ടായ അനുഭവം ഞങ്ങളോട് പറയുന്നത് ഈ യാത്ര ഒരിക്കലും ശരിയായ ദിശയിലേക്കല്ല എന്നാണ്. പിന്നെ സമാധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളത് ഒരിക്കലും മറക്കില്ല. പക്ഷെ ഒരാളുടെ കൈ പിടിക്കുക എന്ന് പറയുന്നത് സമാധാനമല്ല. ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഒരാൾ ബലഹീനനാണെങ്കിൽ, ഒരാൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ഞങ്ങൾ അയാളുടെ കൈ പിടിക്കുകയാണെങ്കിൽ അയാൾ പിന്നോക്കക്കാരനായിരിക്കാം, ദളിതനായിരിക്കാം, അല്ലെങ്കിൽ അയാൾ ന്യൂനപക്ഷക്കാരനായിരിക്കാം. ഞങ്ങൾക്ക് രാഷ്ട്രീയ സാഹചര്യം ഇതിനുള്ള അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയ സഖ്യം മറന്ന് സമാധാനമായിട്ട് കഴിയാൻ ആഗ്രഹിക്കുന്നു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആരാണ് ഉണ്ടാക്കിയത്? സത് സയ്യിദാണ് ഉണ്ടാക്കിയത്. സുപ്രീം കോടതി പറഞ്ഞത് മൈനോറിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയ എത്ര സ്ഥാപനങ്ങളുണ്ടോ അതിലെല്ലാം 50% റിസർവേഷൻ കൊടുക്കണമെന്നാണ്. അത് സുപ്രീം കോടതിയാണ് പറഞ്ഞത്, ഞങ്ങളല്ല. കോടതി വിധിയാണ്. ഒരുപക്ഷെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ അലിഗഡ് വിശ്വവിദ്യ ഇതൊക്കെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും അതിലൊരു ചോദ്യം ഉണ്ടാകും. ആ ചോദ്യം സുപ്രീം കോടതിയോ അല്ലെങ്കിൽ പാർലമെന്റോ തീർത്തു തരും. ഇതിൽ സമാധാനം എവിടെ നിന്നാണ് വരുന്നത്? പക്ഷേ സൽമാൻ സാർ, താങ്കൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്താലും ശരി തന്നെയാണ്. പക്ഷേ ഉത്തർപ്രദേശിലെ സർക്കാർ പ്രത്യേക ഒരു യൂണിവേഴ്സിറ്റി കെട്ടാൻ ശ്രമിച്ചാൽ താങ്കൾ അത് എതിർക്കും. ദേ നോക്കൂ, അവർ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല, ഒരിക്കലും ഇല്ല. അവർ ആ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ബാൽ കപൂറിനെ അതിന്റെ ലൈഫ് ടൈം ചാൻസലറാക്കി മാറ്റി. അതും വാസങ്കാനെ പോലെ ഒരാള്. പക്ഷേ ഞങ്ങളുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ യോഗ്യതയില്ലെന്നാണ് പറഞ്ഞത്. അല്ലല്ലല്ല, നിങ്ങളെന്തിനാണ് പിയൂണിനെ ഒന്ന് കുറച്ച് കാണുന്നത്? പിയൂണിന്റെ ജോലി എന്ന് പറയുന്നത് അത്ര മോശം ജോലിയൊന്നുമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ ലൈഫ് ലോങ് ആയിട്ട് ആരെ ആക്കാൻ പാടില്ല. ഇപ്പം നോക്കുകയാണെങ്കിൽ മഹാത്മാഗാന്ധിക്ക് പോലും അങ്ങനെ ഒരു പദവിയൊന്നുമില്ല. അദ്ദേഹം പോലും ചാൻസലർ ആയിട്ടില്ല. ലൈഫ് ലോങ് ഒരു യൂണിവേഴ്സിറ്റിക്കും ആർക്കും ചാൻസലർ ആകാൻ കഴിയില്ല.
ആസം ഖാനെ എന്തിനാണ് ആക്കുന്നത്? ഒരു പക്ഷേ അദ്ദേഹം യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആസം ഖാന്റെ പേര് മാറ്റിയിട്ട് അതിനുശേഷം 5 വർഷം അദ്ദേഹത്തെ ആക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിക്കോളൂ, അതിൽ യാതൊരു ആസം ഖാൻ വിരോധവും. താങ്കളെ കുറിച്ച് തെറ്റായി പറയുന്നത് കൊണ്ട് താങ്കൾ അദ്ദേഹത്തെ എതിർക്കുന്നത് സത്യമല്ലേ? ആസം ഖാൻ എന്നെക്കുറിച്ച് എന്തോ തെറ്റായി പറഞ്ഞെന്നുള്ളത് സത്യം തന്നെയാണ്. എന്നെ അദ്ദേഹം എഡ്യൂക്കേഷൻ മാഫിയ എന്നാണ് വിളിച്ചത്. ഇപ്പോ ആസം ഖാന്റെ ചിന്തകൾ എന്തായാലും അത് എന്തു തന്നെ ആയാലും വെറുതെ എന്നെക്കൊണ്ട് എന്തിനാണ് സംസാരിപ്പിക്കുന്നത്? എന്നെക്കൊണ്ട് സംസാരിപ്പിച്ച് എന്റെ വായിൽ നിന്നെങ്കിലും മോശം കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. സൽമാൻ സാർ, എനിക്ക് താങ്കളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. താങ്കൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിൽ അധികാരത്തിൽ ഇരിക്കുന്ന ആളുകൾ കള്ളന്മാരും റൗഡികളെ തീറ്റിപ്പോറ്റുന്നവരുമാണെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ കള്ളന്മാരെയും റൗഡികളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും കള്ളന്മാർ തന്നെയല്ലേ? ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നോ സാർ? ഇല്ല, ഉത്തരവാദിത്തങ്ങൾ ആരും ഒരിക്കലും മറക്കില്ല. ഞങ്ങൾ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞത് നിങ്ങൾ ആ ലെവലിൽ തന്നെയാണോ എടുത്തത്? പക്ഷെ സൽമാൻ സാർ, അല്ല, ഇത് സത്യമല്ലേ? ഒരാൾ മറ്റൊരാൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെ കള്ളരെന്ന് പറയില്ല, അവരെ നല്ലവരാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇക്കാര്യം സത്യമാണ്. താങ്കൾ ഉത്തർപ്രദേശ് സർക്കാരിന് പൂർണ്ണമായ സപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. പിന്നെ സെൻട്രൽ ഗവൺമെന്റിൽ മുലായം സിംഗ് പാർട്ടിക്കും താങ്കൾ സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. നോക്കൂ, അതായത് ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. അത് എന്തിനാണെന്ന് വെച്ചാൽ സമൂഹത്തിന് വിരോധമായിട്ടുള്ള ഏത് കാര്യം ചെയ്താലും ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ്. ഗവൺമെന്റ് തെറ്റായ വഴിയിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ ഞങ്ങളുടെ എണ്ണവും ആവശ്യമായിട്ടുണ്ടായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ 2 ദിവസം മുമ്പാണ് വോട്ടിംഗ് നടന്നത്. അവിടെ ഞങ്ങൾ ഉണ്ടായിരുന്നുവോ? ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ അവരെ എതിർത്തു. നിങ്ങൾ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. അവർ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ പോയ സമയത്ത് ഞങ്ങൾ എതിർത്തു. പിന്നെ എങ്ങനെയാണ് ഇത് സപ്പോർട്ടായി മാറുന്നത്? അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് നോക്കൂ, ഒരു പ്രാവശ്യം സപ്പോർട്ട് ചെയ്തെന്ന് വെച്ച് അതിന് എല്ലാ കാലവും സപ്പോർട്ട് ചെയ്യണമെന്നത് അർത്ഥമല്ല. ഒരുത്തന്നെ കഴുത്തിയിരിക്കുമ്പോൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യൂ? ആരും സപ്പോർട്ട് ചെയ്യില്ല. സൽമാൻ സാർ, താങ്കൾ ഈ വിഷയത്തിനെ കുറിച്ച് ഗവർണറിന് ഒരു ലെറ്റർ നൽകിയില്ലേ? അതായത് താങ്കൾ ഈ സർക്കാരിനെ സപ്പോർട്ട് ഗവർണർ ചെയ്യുന്നില്ലെന്ന്. ഇതിനെക്കുറിച്ച് ഒരിക്കലും ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ മാത്രമല്ല മറുപടി പറയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ അദ്ദേഹം ചോദിച്ചോണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഗവർണർ ചോദിച്ചാൽ ഞാൻ മറുപടി പറയും, ചോദിക്കാതെ ഞാൻ എങ്ങനെയാണ് പറയുക? ഇതിനെയാണ് പറയാറ് ഡബിൾ സ്റ്റാൻഡേർഡ് ഗെയിം എന്ന്. ഇതിനെ ആരും അങ്ങനെ പറയില്ല. ഇത് വ്യക്തമായ രാഷ്ട്രീയമെന്നേ പറയുകയുള്ളൂ. ഇതിനെ ആനയുടെ പല്ലെന്നും പറയും. കഴിക്കുന്നത് ഒന്ന്, കാണിക്കുന്നത് മറ്റൊന്ന്. നിങ്ങൾ വീണ്ടും ആനയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾക്ക് ആനയായിട്ട് എപ്പോഴും വഴക്കാണ്. ആനയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല.